ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2024 OTTയിലും തിയേറ്ററിലുമായി റിലീസ് ചെയ്യപ്പെട്ടത് 223 മലയാള സിനിമകളാണ്. ഈ 223 സിനിമകളിൽ 200-ലധികം സിനിമകളും തിയേറ്റർ റിലീസായാണ് എത്തിച്ചേർന്നത്. ഇങ്ങനെ എത്തിച്ചേർന്ന സിനിമകളിൽ എത്ര എണ്ണം വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം എണ്ണത്തിന്റെ 10% വിജയം മാത്രമാണ് ഈ സിനിമകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് 90% സാമ്പത്തിക നഷ്ടം സിനിമാ നിർമ്മാതാക്കൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുന്നത് വിജയ സിനിമകളുടെ കളക്ഷനും ബഡ്ജറ്റുമാണ്. ഈ സിനിമകൾ പ്രധാനമായും നമുക്ക് ആവറേജ്, ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്നിങ്ങനെ 5 ആയിട്ടാണ് തരംതിരിക്കാനുള്ളത്. ആവറേജ് പട്ടികയിൽ 3 സിനിമയും, ഹിറ്റ് പട്ടികയിൽ 4 സിനിമയും, സൂപ്പർ ഹിറ്റ് പട്ടികയിൽ 5 സിനിമയും, ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിൽ 6 സിനിമയുമാണ് ഉള്ളത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിൽ 4 സിനിമ. അങ്ങനെ 22 സിനിമകളാണ് ഈ വർഷം തിയേറ്ററിൽ വന്ന് വിജയം വരിച്ചിട്ടുള്ളത്. 2024 ജനുവരിയിൽ 17 സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇതിൽ ഒരു സിനിമ മാത്രമാണ് വിജയിച്ചത്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ജയറാം, ജഗദീഷ് എന്നിങ്ങനെ താരനിരയുമായി ജനുവരി 11 തിയേറ്ററിലെത്തിയ സിനിമയാണ് എബ്രഹാം ഓസ്ലർ. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 15 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് കളക്ഷനായി 3 കോടി 10 ലക്ഷം രൂപയും ഫൈനൽ കേരള ഗ്രോസ് കളക്ഷനായി 22 കോടി 85 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 20 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 15 കോടി 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 40 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ 20 സിനിമകൾ തിയേറ്ററിലെത്തി. ഇതിൽ 3 സിനിമകൾ വിജയം വരിച്ചു. ഫെബ്രുവരി 9 തിയേറ്ററിലെത്തിയ പ്രേമലു എന്ന സിനിമയായിരുന്നു ഇതിൽ ആദ്യത്തേത്. നസ്ലിയം, മമതാ ബൈജു എന്നിവർ പ്രധാന താരങ്ങളെ ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 9 കോടി രൂപയായിരുന്നു. കേരള ഓപ്പണിംഗ് കളക്ഷനായി 96 ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്ത ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 62 കോടി 75 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 കോടി 90 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ഓവർസീസ് കളക്ഷനായി 42 കോടി 25 ലക്ഷം രൂപയും സ്വന്തമാക്കി. അങ്ങനെ 135 കോടി 90 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമ നിലവിലുള്ളത്. മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന താരങ്ങളായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 15 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭ്രമയുഗം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 27 കോടി 73 ലക്ഷം രൂപയാണ്. കേരള ഓപ്പണിംഗ് കളക്ഷനായി 3 കോടി 5 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷനായി 24 കോടി 15 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 8 കോടി രൂപയും ഓവർസീസ് കളക്ഷനായി 26 കോടി 58 ലക്ഷവും കളക്ട് ചെയ്ത് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 58 കോടി 70 ലക്ഷം രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഭ്രമയുഗം സൂപ്പർ ഹിറ്റ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. മലയാള സിനിമയുടെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസർ സിനിമ കൂടിയായ മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി 22 തിയേറ്ററിലെത്തിയത്. ചിദംബരം സംവിധാനം ചെയ്ത് സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ് എന്നിങ്ങനെ വളരെ മികച്ച യുവനിര അണിനിരുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് 21 കോടി രൂപയാണ്. ഫസ്റ്റ് ഡേ കേരള ഓപ്പണിംഗ് കളക്ഷനായി 3 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 72 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മിന്നുന്ന പ്രകടനം, അതായത് 95 കോടി 65 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 73 കോടി 45 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 241 കോടി 10 ലക്ഷം രൂപയാണ്. മാർച്ച് മാസത്തിൽ 23 മലയാള സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത് മാർച്ച് 28 തിയേറ്ററിലെത്തിയ ആടുജീവിതം എന്ന സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത്. 80 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരള ഓപ്പണിംഗ് കളക്ഷനായി 5 കോടി 80 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ഈ സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 79 കോടി 28 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 19 കോടി 75 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 59 കോടി 45 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ ലോകമെമ്പാടുമായി 158 കോടി 48 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഏപ്രിൽ മാസത്തിൽ 12 സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടു. ഇതിൽ 2 സിനിമകളാണ് വിജയം വരിച്ചത്. ഫഹദ് ഫാസിൽ നായകനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 11 തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 30 കോടി രൂപയാണ്. ഈ സിനിമ കേരള ഓപ്പണിംഗ് കളക്ഷനായി 3 കോടി 50 ലക്ഷം രൂപയും ഫൈനൽ കേരള കളക്ഷനായി 76 കോടി 10 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25 കോടി 10 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 54 കോടി 80 ലക്ഷം വിദേശ കളക്ഷനായി നേടിയെടുത്തിരുന്നു. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 156 കോടി രൂപയാണ്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഏപ്രിൽ 11 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി എന്നിവർ താരങ്ങളായി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് കളക്ഷനായി 3 കോടി രൂപ കളക്ട് ചെയ്തിരുന്നു. ഫൈനൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 38 കോടി 80 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി 70 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 36 കോടി 53 ലക്ഷവും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 83 കോടി 3 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്.
മെയ് മാസം 23 സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടു. ഇതിൽ 4 സിനിമകൾക്ക് വിജയം വരിക്കാനായിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ബിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 10 തിയേറ്ററിലെത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 25 കോടി രൂപയാണ്. ചിത്രം കേരള ഓപ്പണിംഗ് കളക്ഷനായി 3 കോടി 65 ലക്ഷം രൂപയും ഫൈനൽ കേരള കളക്ഷനായി 48 കോടി 2 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി 32 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 34 കോടി 86 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ലോകമെമ്പാടുമായി 90 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ടർബോ എന്ന മമ്മൂട്ടി ചിത്രമാണ് മെയ് മാസത്തിലെ അടുത്ത വിജയ ചിത്രം. മമ്മൂട്ടി, രാജ്ബി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. 35 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ 2024 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ്. 6 കോടി 15 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ ആദ്യ ദിവസം കേരള ഗ്രോസായി സ്വന്തമാക്കിയത്. ഈ ചിത്രത്തിന്റെ ഫൈനൽ കേരള ഗ്രോസ് 36 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 4 കോടി 60 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 31 കോടി 60 ലക്ഷം രൂപയുമാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 72 കോടി 20 ലക്ഷം രൂപയാണ്. സൂപ്പർ ഹിറ്റ് പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ടർബോയുടെ റിലീസിംഗ് ദിവസം തന്നെ മറ്റൊരു ചെറിയ സിനിമ കൂടി തിയേറ്ററിലെത്തിയിരുന്നു. അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനി എന്ന സിനിമ ആവറേജ് വിജയമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് വെറും 27 ലക്ഷം രൂപയായിരുന്നു. ഈ ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ 4 കോടി 18 ലക്ഷം രൂപയുമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 20 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 1 കോടി 21 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടി 59 ലക്ഷം രൂപയാണ്. ആസിഫ് അലി, ബിജുമേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയ് സംവിധാനം ചെയ്ത് മെയ് 24 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് തലവൻ. 7 കോടി 50 ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി 48 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ 14 കോടി 70 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2 കോടി 5 ലക്ഷം രൂപയുമാണ്. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 7 കോടി 70 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 24 കോടി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹിറ്റ് പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിൽ 22 മലയാള സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 22 സിനിമകളിൽ ഒരേ ഒരു സിനിമ ആവറേജ് വിജയമാണ് നേടിയെടുത്തത്. ഉർവശി, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന താരങ്ങളായി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് ഇത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രത്തിന്റെ ഫൈനൽ കേരള ഗ്രോസ് 4 കോടി 45 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 65 ലക്ഷം രൂപയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 1 കോടി 58 ലക്ഷവും സ്വന്തമാക്കിയ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 6 കോടി 68 ലക്ഷം രൂപയാണ്. ജൂലൈ മാസം 15 സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. നിർഭാഗ്യവശാൽ ഒരൊറ്റ സിനിമ പോലും വിജയം വരിച്ചിട്ടില്ല. അതേസമയം ആഗസ്റ്റ് മാസത്തിൽ 23 സിനിമകൾ തിയേറ്ററിലെത്തി. ഇതിൽ 2 സിനിമകൾക്ക് വിജയം വരിക്കാനായിട്ടുണ്ട്. ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ വാഴ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഒരു കൂട്ടം യുവനിരയുമായി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമ കേവലം 4 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ സിനിമ കൂടിയാണ്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 44 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ 29 കോടി 36 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 1 കോടി 90 ലക്ഷം രൂപയുമാണ്. ഓവർസീസ് കളക്ഷനായി 10 കോടി നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 41 കോടി 26 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തി വിജയം വരിച്ച മറ്റൊരു സിനിമ ബേസിൽ ജോസഫിന്റെ നുണക്കുഴിയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. 8 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 1 കോടി 76 ലക്ഷം രൂപയും ഫൈനൽ കേരള കളക്ഷനായി 14 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത സിനിമ ഓവർസീസ് കളക്ഷനായി 9 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. അങ്ങനെ ലോകമെമ്പാടുമായി 24 കോടി 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഹിറ്റ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ 14 സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. 2 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത്. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. 30 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസം 2 കോടി 80 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ സ്വന്തമാക്കിയത്. ARMന്റെ ഫൈനൽ കേരള കളക്ഷൻ 68 കോടി 75 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 5 കോടി 53 ലക്ഷം രൂപയുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 32 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 106 കോടി 78 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലാണ് ARM സ്ഥാനം പിടിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ കിഷ്കിന്ധാ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രമാണ്. വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിങ്ങനെ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 5 കോടി 50 ലക്ഷം രൂപയാണ്.
ആദ്യ ദിവസം കേവലം 47 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷനായി 41 കോടി 3 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 73 ലക്ഷം രൂപയും വിദേശ കളക്ഷനായി 29 കോടി 30 ലക്ഷവും കളക്ട് ചെയ്ത് ടോട്ടൽ 77 കോടി 6 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിൽ 18 സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഇതിൽ 2 സിനിമകൾക്കാണ് വിജയം വരിക്കാനായിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി എന്നിവർ പ്രധാന താരങ്ങളായി അമൽ നീരദ് സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ ബോഗൻവില്ല എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 9 കോടി 50 ലക്ഷം രൂപയാണ്. കേരള ഓപ്പണിംഗ് കളക്ഷനായി 3 കോടി 12 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി 16 കോടി 30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 37 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 16 കോടി 85 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 36 കോടി 48 ലക്ഷം രൂപയുമാണ്. ഈ സിനിമ ഹിറ്റ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. പണി എന്ന ജോജു ജോർജ് ചിത്രമാണ് ഒക്ടോബർ 24 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത മറ്റൊരു സിനിമ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 18 കോടി രൂപയാണ്. ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 1 കോടി 15 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. ഈ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ 22 കോടി 50 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 35 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 13 കോടി 40 ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 37 കോടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നവംബർ മാസത്തിൽ OTTയിലും തിയേറ്ററിലുമായി 26 സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖരൻ സംവിധാനം ചെയ്ത് മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഹലോ മമ്മി എന്ന സിനിമ ആവറേജ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 40 ലക്ഷം രൂപയായിരുന്നു നേടിയെടുത്തതെങ്കിൽ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷനായി 9 കോടി 42 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 2 കോടി 30 ലക്ഷം രൂപയാണ്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 12 കോടി 22 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ബീസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന താരങ്ങളെ MC ജിതിൻ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 60 ലക്ഷം രൂപയും ഫൈനൽ കേരള കളക്ഷനായി 26 കോടി 94 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 കോടി 10 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 22 കോടി 40 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 55 കോടി 44 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഈ ഡിസംബറിൽ 10 മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. ഇതിൽ 2 സിനിമകൾക്ക് മികച്ച വിജയം നേടിയെടുക്കാനായിട്ടുണ്ട്. ആഷിഖ് അബു ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഡിസംബർ 19 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം 1 കോടി 26 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. നിലവിൽ ഈ സിനിമ കേരള കളക്ഷനായി 16 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 22 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം ഈ സിനിമ നേടിയെടുത്തിട്ടുമുണ്ട്. ഉണ്ണി മുകുന്ദൻ നായകനെ ഹനീഫദേനി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ. 30 കോടി ബഡ്ജറ്റുള്ള മാർക്കോ ആദ്യ ദിവസം കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 4 കോടി 45 ലക്ഷം രൂപയായിരുന്നു. 12ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 36 കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ ആദ്യ 12 ദിവസം കൊണ്ട് 72 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ 2024 മമ്മൂട്ടിയുടേതായി തിയേറ്ററിലെത്തിയ 3 മലയാള സിനിമകളും വിജയം വരിച്ചിരുന്നു. 3ഉം സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയത്. പിന്നീട് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതം എന്ന സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയവും ഗുരുവായൂർ അമ്പലനടയിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയവുമാണ് സ്വന്തമാക്കിയത്. ഫഹദ് ഫാസിലിന്റെ 2 സിനിമകൾ വിജയം നേടിയെടുത്തിരുന്നു. ആവേശം എന്ന സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തപ്പോൾ ബൊഗൈൻവില്ല ഹിറ്റ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചത്. ആസിഫ് അലിക്കും 2 സിനിമയാണ് വിജയം സമ്മാനിച്ചത്. കിഷ്കിന്ദ കണ്ട ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തപ്പോൾ തലവൻ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയത്. അതേസമയം മലയാള സിനിമയിലെ ഭാഗ്യതാരം ബേസിൽ ജോസഫ് തന്നെയാണ്. ഈ 22 സിനിമകളിൽ 5 സിനിമകളുടെ ഭാഗമായി ബേസിൽ ജോസഫ് ഉണ്ടായിരുന്നു. അതിൽ 2 സിനിമകളായിരുന്നു നായകനായി വേഷമിട്ട് വിജയം വരിച്ചത്. 2024 ശ്രദ്ധേയ താരമായി മാറിയത് ഉണ്ണി മുകുന്ദനാണ്. അതോടൊപ്പം തന്നെ നസ്ലേൻ, ജോജു ജോർജ് എന്നിവരും ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. 2024 പരാജയ സിനിമകളുടെ പട്ടിക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.